ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നല്ല ക്ഷീണമൊന്നുമില്ലല്ലോ, നല്ല സുഖമുണ്ട്. എനിക്ക് ഭയങ്കര ക്ഷീണുണ്ട്. എന്റെ ചിരി കണ്ടാ തന്നെ അറിയാം ക്ഷീണമില്ലാന്ന്. അതൊന്നും ഈ അടുക്കളയിൽ തന്നെ എനിക്ക് ക്ഷീണം വരുമല്ലോ. ഞാൻ അടുക്കളയിൽ കാരണം ഇതിന്റെ മണം അങ്ങനെ കിട്ടുമ്പോ തന്നെ ക്ഷീണം മാറൂലേ? മണല്ലേ സാധനം, ഒന്നും മണല്ലേ? അങ്ങനെ ഭക്ഷണം കണ്ടുവച്ചിട്ടൊന്നും എനിക്ക് ക്ഷീണം മാറൂല. ക്ഷീണം മാറ്റിയിട്ടൊന്നുമില്ലല്ലോ. മാറ്റിയിട്ടില്ല, എന്താന്നറിയില്ല. നല്ല സുഖമുണ്ടെന്ന്. നേരം 3 മണി നോക്കട്ടെ. ചിക്കൻ മസാല ഇട്ടതാണ്. അപ്പൊ ഇതിന്റെ ഒരു കോമഡി ഉണ്ട്. ആളെ പേര് ഞാൻ പറയില്ല, അവര് നമ്മളെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയില്ല. എന്റെ ഒരു സുഹൃത്ത്. അപ്പൊ ആ വ്യക്തി മുമ്പൊന്നും വല്ലാതെ നോമ്പ് നോക്കലുണ്ടായിരുന്നില്ല കേട്ടോ. ആ സുഹൃത്ത് അത്ര നമ്മളെ കുട്ടിക്കാർ കുറെ മുമ്പാട്ടെ, ഇപ്പൊ മുതിർന്ന ശേഷമല്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അങ്ങാടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇവനിങ്ങനെ എന്നെ പോലെ അവനും ഡ്രൈവറാണ്. അവൻ ഇങ്ങനെ പോയിങ്ങാണ്ട് ഇങ്ങനെ ഓട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഒരിടത്ത് ഇരിക്കുമ്പോൾ ഞാൻ ചുമ്മാ ഒരു കോമഡിക്ക് വേണ്ടി ചെയ്താണ്. എല്ലാവരും കൂടി ഇങ്ങനെ ടീം കൂടി ഇരിക്കുമ്പോൾ ഇവന്റെ കൈ ഇങ്ങനെ പിടിച്ചാണ് ഞാൻ വെറുതെ ഒറ്റ മണക്കിലാണ് ഇവ കൈ എന്താ അവർക്ക് നമ്മളെ കയ്യുമ്പോ നല്ല മണുണ്ട് മീൻ പൊളിട്ടിന്റെ. അപ്പൊ ആ സുഹൃത്ത് വീഡിയോ കാണുന്നുണ്ട് അറിയില്ല, കണ്ടെങ്കിൽ സോരടാ. ഞാൻ എന്റെ പേര് പറഞ്ഞിട്ടില്ല. ആ ചെറുപ്പത്തിൽ നമ്മൾ ഓരോരോ വികൃതികളാണ്. അപ്പൊ ചുമ്മാ ഒന്ന് പറഞ്ഞെന്നുള്ളൂ പെട്ടാ. അപ്പൊ എന്ന മാതിരി നമ്മളെ കൈയൊന്ന് മണത്തോ ചെയ്ത അവളുടെ ഭക്ഷണം ഉണ്ടാക്കി ഞാനൊക്കെ നോമ്പ് ഗൗരവത്തില് ചിന്തിക്കണ ആളാണ്. അപ്പൊ എന്നെ പോലെ തന്നെയാണ് അല്ലേ? എന്നെ പോലല്ല. അപ്പോ നോമ്പാകുമ്പോ 30 ദിവസം നമ്മള് ഗൗരവത്തിൽ വേണം. പിന്നെ എന്താണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്താന്ന് വെച്ചാല്, ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ വിശേഷങ്ങളാണ് ഇന്നും വീഡിയോയിലുള്ളത്. അപ്പൊ ഇന്ന് ഞങ്ങള് പൊറാട്ടയാണ്. മോന് പറഞ്ഞ് ദോശ ഉണ്ടാക്കാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ദോശ വേണ്ട, പൊന്നും ആ ദോശ ഇട്ടിട്ട് വലിച്ചെറിയും. പറ്റൂല ദോശ. അപ്പൊ എന്താണ് മോന് പറഞ്ഞ നമുക്ക് പൊറാട്ട ഉണ്ടാക്കും, പൊറാട്ട കൊണ്ടുപോകണം. അങ്ങനെ പൊറാട്ട വിളിച്ചറിഞ്ഞിട്ട് ഇന്ന് ഓനെ മീറാജ് നോമ്പിന് പറിച്ചിൽ തുടങ്ങിയിട്ടാണ്. മീറാജ് നോമ്പിന് ഇന്ന് നമ്മള് മോമോസ് ഉണ്ടാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞേ നമുക്കിവിടെ ബറാത്തിന് ഉണ്ടാക്കാം. ബറാത്തിന് ഭയങ്കര ക്ഷീണം. അപ്പൊ ഞാൻ പറഞ്ഞേ എപ്പോഴും പറഞ്ഞമ്മ നമ്മള് മോമോസ് ഉണ്ടാക്കുക. നിങ്ങള് മീറാജിന് പറഞ്ഞില്ലേ ഏടാ നോമ്പ് 30 ദിവസം വരണ്ട, അന്ന് ഏതേ ദിവസം ഞാൻ ഉണ്ടാക്കി തരണ്ടേ. പിന്നെ ഇങ്ങനെ മനസ്സിക്ക് ഭയങ്കര വേദന ഇട്ടാ. നമ്മള് പറയും ചെയ്യും, ഞാനാ ഓനെ ഇരിക്കണ പറയാൻ പറ്റൂല. അവന്റെ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഇന്നലെ ഞാന് ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയത്. എനിക്കൊരു സംഭവത്തിന് ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ അതന്നെ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ ഇൻഷാള്ള നിർബന്ധമായിട്ട് ഞാൻ മരിച്ചു രാത്രി പറഞ്ഞു ഞാനോ ഇജും മരിക്കാതിരുന്നാൽ നാളെ എങ്ങനെയാലും ആ സാധനം ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതുവരെ ഞങ്ങളുടെ വയസ്സോടുണ്ട്. അപ്പൊ ഇന്ന് മോമോസ് ഉണ്ടാക്കി. ഈ എണ്ണക്കടി ഇങ്ങനെ കുട്ടികൾക്ക് നമ്മളും തിന്നണ നല്ലതല്ല. അപ്പൊ ഇന്നലെയും ഞാൻ പൊരിച്ച കടിയെല്ലാം ഉണ്ടാക്കിക്കണത്, ഇന്നും എണ്ണക്കടിയെല്ലാം ഉണ്ടാക്കിക്കണത്. അപ്പൊ അവന്റെ കൈ കടഞ്ഞിട്ട് 2 കയ്യോ ആണ്ടും ഇങ്ങോട്ടും മാറ്റുണ്ട്. ശരിക്കും മോമോസിന്റെ കാര്യം പറയുമ്പോ ഒരു കാര്യം പറയണ്ട്. എന്താ അറിയോ, എനിക്ക് ശരിക്കും ഇത് ഇങ്ങനെ എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് ആരും അറിയാത്തോന്നുണ്ടാവില്ല ഈ ഫുഡിനെ കുറിച്ച്. പക്ഷെ എനിക്ക് ശരിക്കും അറിയില്ല ഇതെന്താന്നുള്ളത്. മുമ്പ് കാരണം ഫുഡിന്റെ വീഡിയോ ഇടുമ്പോ ഫുഡ്, ഇന്നിപ്പോ ആരും ഫുഡിന്റെ വീഡിയോ അടിച്ചോളൂ, എല്ലാവർക്കും സംഭവം അറിയാം. അപ്പൊ ഞാൻ എന്നോട് ഇവരെ കൂടി പറഞ്ഞേ നമ്മള് ഇങ്ങനെ കോട്ടക്ക പുത്തൂരുണ്ട് മോമോസ് കഴിക്കാൻ പോവാ. ഓരോ യൂട്യൂബിൽ ഓരോരുത്തർ ഇങ്ങനെ തിന്നണ നമ്മള് ഈ റീല് കണ്ടു കാണുമ്പോ തിന്നോക്കി അതെ ആരും കുഴപ്പമില്ല, ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല. അപ്പൊ എന്റെ വിചാരം അതിന് കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ വെച്ചിട്ട് കഴിക്കാൻ പോയി. അപ്പം ഞാൻ ചോദിച്ചു അത് എത്ര 150 ഉറുപ്പ്യാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 160. അപ്പൊ 2 പ്ലേറ്റ് വാങ്ങി. അപ്പൊ എന്നോട് പറഞ്ഞു പേര് മോമോസ്. അപ്പൊ എന്നോട് പറഞ്ഞു എല്ലാവർക്കും കഴിക്കാന്ന് 2 പ്ലേറ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ പിന്നെ എന്നാ പോവാ 150 ഉറുപ്പ്യ 160 രൂപേന്റെ കേസല്ലേ. ഞങ്ങള് 6 ആളല്ലേ, 7 ആള് മോൾട്ടിയും 7 ആള്. ഈ വിരലിന്റെ ഇത്ര നീട്ടുള്ളൂ. അപ്പൊ നോക്കിയപ്പോ ഇത്ര പോകുന്ന ഓലപ്പടക്കന്മാര് 3 4 ഒരു ചെറിയ പ്ലേറ്റിൽ 6 ഒരു പ്ലേറ്റിൽ 6 ഒത്തിരി വലുപ്പം. അതിന് എന്തൊക്കെയാ ഒരു സോസും ഇതൊക്കെ ഉണ്ട്. ലാസ്റ്റ് എത്ര കൊടുത്തും ചെയ്ത് ലാസ്റ്റ് ഞാൻ ഇവരോട് ചോദിച്ചു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്തേലും സൈഡായിട്ടുള്ള ഡിഷ് എന്തേലും വന്നാവും മോമോസിനും വരാണ്ടെന്ന്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു അല്ല ഇവരൊക്കെ ഓരോരുത്തർ എണീക്കൽ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു അല്ല മോമോസ് കഴിച്ചിട്ടുണ്ട പോവാന്. അവര് അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കഴിച്ചത്.
എന്ന മാതിരി. അപ്പൊ അല്ലല്ല ഇവള് അന്ന് പറഞ്ഞാണ് നിങ്ങളെ മോമോസിന്റെ പൂതി കുട്ടികളും പിന്നെ ഇവിടെ ഞാൻ ഉണ്ടാക്കി പൂതി കെടുത്തിനെ. ഞാൻ മുമ്പേ ഈ സംഭവം ഞാൻ ഉണ്ടാക്കലുണ്ട്. ഇപ്പൊ പൊരിക്കലാണ് എണ്ണയിലിട്ട് കാണും. ഇങ്ങനെ മോമോസ് ആക്കിക്കാണ് എണ്ണയിലിട്ട് പൊരിക്കും. ഞാൻ മുമ്പേ ഞാൻ കല്യാണത്തിന് മുമ്പേ ഞാൻ പെരിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സാധനം. നോമ്പറപ്പിക്കല് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ആവിയിൽ വേവിക്കണം എനിക്കറിയില്ലട്ടാ. എന്റെ ചില ആവിയിൽ വേവിച്ചത് വേവോ അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. ആവിയിലാകുമ്പോ എണ്ണന്റെ കാര്യമൊന്നുമില്ല, നല്ല സുഖമാണ് പൊരിക്കടി, നമുക്ക് എഫക്ട് ചെയ്യൂല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയപ്പോ നല്ല വെന്തല്ല സൂപ്പർ. പിന്നെ ശേഷം പിന്നെ ഡിസൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ, പിന്നെ ഉണ്ടാക്കിയിട്ടില്ല. പൊതുവെ മടിയാണ് അങ്ങനത്തെ. അപ്പൊ റമദാൻ 3 ഇന്നത്തെ സ്പെഷ്യൽ മോമോസ് ആണ്. മോമോസ്, പൊറോട്ട, ചിക്കൻ കറി, വറുത്തരച്ച നാളൻ ചിക്കൻ കറി. എല്ലാവർക്കും നോമ്പിന് ഇങ്ങനെ മണക്കാൻ പാടില്ല. അപ്പൊ വറുത്തരച്ച ചിക്കൻ കറി, യാക്കൂബിന്റെ തനി നാടൻ പൊറോട്ട, മോമോസ്, ജ്യൂസ്. ഇങ്ങനെ ഇങ്ങനെ പ്ലാൻ പറഞ്ഞിട്ട് നമ്മൾ ഒരൊറ്റ തെങ്ങേ ഉള്ളൂ, കുറച്ച് തേങ്ങ ഉള്ളുമ്പോഴാണ് നീ ഉണ്ട്. അത് ഇട്ടുകാണ്ട് ഒരു പാലും പാക്കറ്റ് ഉണ്ട്. ഇതിനൊരു അന്ധവിശ്വാസം വെറും വയറ്റിൽ അന്ധവിശ്വാസമില്ല, ഗ്യാസ് ഒക്കെ വന്നാലേ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് എന്താ ഇടാനായിട്ട് പോകാനൊരു മടിയുണ്ട്. അപ്പൊ ഗ്യാസ് എന്ന് പറയുമ്പോ അതെ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ്. അൽഹംദുലില്ലാഹ് ഹൈറാണ്. നിങ്ങളെ നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കൊണ്ടേയും വീഡിയോ ഇഷ്ടപ്പെട്ടൊക്കെ ഒന്ന് ഷെയറും ചെയ്യോണ്ടിട്ടാ അല്ലേ. പിന്നെ നമുക്ക് വേറെ വീഡിയോ വരാണ്ട്. അതായത് നമ്മൾ ഭയങ്കര ഹാപ്പിയിലെ കാര്യം ഇപ്പൊ പറഞ്ഞില്ല, അങ്ങോട്ട് പറയും എന്താണ് പറയണ്ട്. സർപ്രൈസ് ആണ്. അപ്പൊ അതിനെ പറ്റിയൊക്കെ ഇനി വേറെ പറയാ അല്ലേ. അപ്പൊ ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ, ബാക്കി വീഡിയോയിലൂടെ ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് വരട്ടാ. ഓക്കെ. അപ്പൊ മാളു സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാല് എന്താ പേര് മോമോസ് ആണ്. എന്തായാലും അങ്ങനത്തെ ഒരു ഊസാണ്. അപ്പൊ ഈ സാധനം ഞങ്ങൾ ഇങ്ങോട്ട് പറയാൻ എന്നാൽ കോട്ടക്ക പുത്തൂരിൽ പോയി കഴിച്ചിട്ടുണ്ട്. പൊന്നാര മക്കളെ, എത്ര പൈസ കൊടുത്തു തിന്ന മാതിരി തോന്നിയിട്ടാ. ഒരു പീസിന് എന്താ വില എനിക്ക് ഓർമ്മ ഉണ്ടാ. അപ്പൊ ഈ സാധനം സത്യം പറഞ്ഞ കറക്റ്റ് എനിക്ക് അറിയില്ലേന്ന് ഇതെന്താണ് ഈ പറയണെന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു 150 റുപ്യൊക്കെ എത്ര കിട്ടും പറഞ്ഞേ. എന്തോ വിചാരിച്ച് പറഞ്ഞു പോയപ്പോ അത് ഔത്തപ്പള്ളിയും കൂടി കൊതു പോയ മാതിരിയായി. അപ്പൊ ഇവളിപ്പോ പറഞ്ഞ 150 റുപ്യൊക്കെ ഇങ്ങളെ എല്ലാരെയും പള്ള നിറച്ചു അവിടെ നാണ്ടും ഞാൻ തിന്നിച്ച് ഇങ്ങളെ ഞാൻ എന്നാലും ഇതിന്റെ പൂതി, ഈ ഓലപ്പടക്കത്തിന്റെ പൂതി ഞാൻ കെടുത്തുന്നു. എനിക്ക് ആ പേരിട്ടില്ല. അപ്പൊ ഇതിന്റെ പൂതി ഞാൻ കെടുത്തെന്ന് പറഞ്ഞപ്പോ ഉണ്ടായിക്കൊണ്ടൊക്കെയാണ്. അപ്പൊ ടുഡേ നോമ്പ് സ്പെഷ്യൽ തുറക്കാനുള്ളത് ഇതാണ്. നോമ്പ് തുറക്കാനുള്ള സ്പെഷ്യൽ ഇന്ന് പേര് പറഞ്ഞ മോമോസ്. അപ്പൊ മോമോസ് ആണ്. അപ്പൊ ഇഡ്ലി ചെമ്പിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മസാല എന്തോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങള് ഇതതിന്റെ മസാല, അത് ചിക്കനാണ്. അപ്പൊ ഇതിങ്ങനെ വെച്ചാൽ നമ്മുടെ ഇഡ്ലി ചെമ്പിലൊക്കെ ഇങ്ങനെ ഇതാക്കിയാണ്ട് വായന്റിലൊക്കെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കണം. നിങ്ങൾക്ക് അറിയിക്കാരെന്നാലും ഞാൻ ആദ്യം കാണുക ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇതാ മോമോസ് ആണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചത്. അപ്പൊ ഇതിന്റെ ഐറ്റംസുകളൊക്കെ നേരത്തെ കാണിച്ചപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കന്റെ മസാലയാണ് വായന്റിലൊക്കെ വെച്ചിട്ട് ഇഡ്ലി ചെമ്പ്. അപ്പൊ പണികളൊക്കെ കഴിഞ്ഞ് അസ്രസ്കാരം കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ ഇങ്ങനെ കിടന്ന് നീച്ച് വന്ന് ഇപ്പൊ ഞങ്ങളെ ഇന്നത്തെ വിഭവം കാണിച്ചു തരട്ടാ. അപ്പൊ പിന്നെ ബാവ ഇവിടെ ഫുള്ള് ഒരുക്കി കിട്ടാ ടേബിള്. നമ്മളെ തെങ്ങും വന്നിട്ട് ഇളഞ്ഞീൻ്റെ ജ്യൂസ് ഗ്ലാസ്സിലാക്കി വെച്ചിങ്ങനെ. പിന്നെ ഇതാ മോമോസ് ഫുൾ ഹോംമേഡ്. എന്താ മുന്തിരി ഇരിക്കാനയക്കണോ അയക്കണോ അന്ന് എത്ര മിനിറ്റ് ഉണ്ടോ? അപ്പൊ നോമ്പ് തുറക്കണേ. ഒരാളുടെ നോമ്പ് തുറക്കൽ കഴിഞ്ഞ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാട്ടാ ഞങ്ങൾ നോമ്പ് തുറക്കട്ടെട്ടാ. മോമോസ് എങ്ങനെയാണ് കഴിച്ചു നോക്കാൻ പോവാണ്. അന്ന് പുത്തൂരിന് പറ്റിയ ആ അമ്മള് ഇവിടുന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുള്ള സാധനം നോക്കട്ടെ. ഇതിന് മുമ്പെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. എങ്കിലും ഇതൊന്നും നോക്കാം. അടിപൊളിയാ, ഒന്നും പറയാനില്ല. സത്യം സത്യം ഞാനുള്ള സത്യമല്ലേ പറയുള്ളൂ. അങ്ങനെ ഞാൻ പുത്തൂരിന്റെ കാര്യമൊക്കെ അടി പറഞ്ഞുള്ള സത്യാവസ്ഥ ഉള്ള സത്യാവസ്ഥ. ഞാൻ ഉണ്ടാക്കിയതായാലും ഈ കേടെന്ന എന്തെങ്കിലും വ്യത്യാസം എപ്പം വരുമ്പോഴോ ഇതിലെന്തോ കുറവുണ്ടിട്ടാ, ഇതിലെന്തോ ടേസ്റ്റ് കുറവുണ്ടിട്ടാ പറയും. പക്ഷെ ഉള്ള വൈകനെ പറയുള്ളൂ കേട്ടാ. എരുണ്ടോ കുഞ്ഞു? എരുണ്ട്. മസാല ഞാൻ നോക്കുമ്പോ എരുണ്ടായിരുന്നു. എന്താ പാടെ
ടേസ്റ്റ് ഉണ്ടാ ഇന്നലത്തെക്കാട്ടും ടേസ്റ്റ് ഇല്ലേ മസാല ആ പക്ഷെ ഇത് പൊരിച്ചുണ്ടാക്കുന്നതിന് നല്ലത് ഇങ്ങനെ ആവിയിൽ ഉപയോഗിക്കും ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. ഹെൽത്തിയാണ്, നമുക്ക് കേടുപാട് നല്ല അടിപൊളിയായിട്ട് കഴിക്കും ചെയ്യാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾ പരമാവധി ആവിയിൽ ഉണ്ടായിക്കൊണ്ട് വീട്ടിൽ ഉണ്ടാക്കുമ്പോ. ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ പൊരിക്കടി പരമാവധി കുറക്കണം. ഇതാവുമ്പോ പിന്നെ എണ്ണന്റെ ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് പൊരിക്കണി പറയേണ്ട ഇതില്ലല്ലോ. എന്നാ പൊരിക്കടി ആണേനും എണ്ണ ഇല്ലാത്ത പൊരിക്കടി. അപ്പൊ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കും, ഞാൻ തിന്നിട്ട് ചെയ്യേണ്ടത്. അപ്പൊ സാധനം അടിപൊളിയാണ്, ഞങ്ങൾ സാധനം കഴിച്ചു. ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതോളൂ കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് തിന്നാളത് ചിക്കൻ കറി പൊറാട്ട. അതിന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് കഴിക്കുള്ളൂ. അപ്പൊ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നാളെ ഒരു പുതിയ വീഡിയോയുമായി പുതിയ വിശേഷങ്ങളൊക്കെ വേണ്ടി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ആ വാരയിലുണ്ടല്ലേ എണ്ണ എടുക്കാം.